ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ട പോലെ എൻ്റെ വലിയൊരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈല് മോണിറ്റൈസ്ഡ് ആയി. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ നടന്നൊരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. എന്തൊക്കെയാണ് അതിലുള്ള കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം കുറേ പേരോട് ഷെയർ ചെയ്തപ്പോൾ ഇപ്പോഴും കുറേ പേർക്ക് അറിയില്ല ഈ ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയത് ഈ ഫേസ്ബുക്കിൽ തന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് കണ്ടന്റ് മോണിറ്റൈസേഷനെ കുറിച്ചാണ്. അപ്പോൾ എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയത് എങ്ങനെയാണ്, ഞാൻ അതിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. പൊതുവെ ഫേസ്ബുക്ക് അമ്മാവന്മാർക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് മൊത്തത്തിലൊരു എന്താണ് പറയലുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഈ അമ്മാവന്മാരും ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് സത്യം. എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് കിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഒരു 5-6 മാസം മുമ്പ് ഞാൻ എൻ്റെ പ്രൊഫൈല് പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് മാറ്റിയിട്ടിരുന്നു. അത് ഇതേപോലെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ചെയ്തിട്ടതാണ്. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഒരു എഫേർട്ടൊന്നും ഞാൻ എടുത്തിരുന്നില്ല. അത് കഴിഞ്ഞ് എന്താ പറയാ, അറിഞ്ഞോ അറിയാതെയോ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആയതാണ്. കാരണം നമുക്കറിയാം, ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഇടുന്ന ഫോട്ടോസ്, റീൽസ്, വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഞാനിടുന്ന ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന റീൽസ്, ഫോട്ടോസ് ഒക്കെ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്തിരുന്നു. അങ്ങനെ അപ്പോൾ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് ഒക്കെ വരും, നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഈ കണ്ടന്റ് മോണിറ്റൈസേഷന് മുമ്പായിട്ട് നമുക്ക് സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ എനേബിൾ ആയി കിട്ടിയിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. സ്റ്റാർസ് ആയി കിട്ടിയോണ്ട് ഈ കണ്ടന്റ് മോണിറ്റൈസേഷനാണ് നമുക്ക് ഉപകാരമുള്ളത്. നമ്മൾ ഫോട്ടോസ്, റീൽസ്, സ്റ്റോറീസ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഏർണിങ്സ് കിട്ടും. അപ്പോൾ ഈ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷൻ എനിക്ക് കിട്ടിയത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ചയാണ് ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ടത്. എന്നെ അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്ത കുറച്ച് ഫാക്ടേഴ്സ് ഓഫ് കോഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ആണ് ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യുന്ന വഴി ഫേസ്ബുക്കിലും അറിഞ്ഞോ അറിയാതെ ആക്റ്റീവായി. പിന്നെ എൻ്റെ ഒരു പ്രൊഫൈല് തുടങ്ങിയത് 2015-ലാണ്. അപ്പോൾ അന്നൊന്നും ഫോട്ടോസൊന്നും ഇട്ടിരുന്നില്ല കേട്ടോ. അന്നൊക്കെ ഈ പറഞ്ഞ കൂട്ട് ഒരു ഡിഗ്രി കാലഘട്ടമൊക്കെയാണ്. എല്ലാവർക്കും പേടിയാണ് ഫോട്ടോസ് ഇടാനൊക്കെ. പക്ഷെ ഇപ്പൊ കാലം മാറി, എല്ലാവരും ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ 2015 എൻ്റെ ഈ അക്കൗണ്ടിൽ എനിക്കൊരു 2.3K ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രൊഫഷണൽ ബോർഡിലേക്ക് മാറ്റുമ്പോൾ ആ ഫ്രണ്ട്സ് നമുക്ക് ഫോളോവേഴ്സ് ആയിട്ട് മാറും. അതാണ് ഒരു കാര്യം എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ പ്രൊഫൈല് പ്രൊഫഷണൽ ബോർഡിലേക്ക് ചേഞ്ച് ചെയ്യണം. അതിപ്പോ ഞാൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു 5-6 മാസമായി. അത് കഴിഞ്ഞ് ഞാൻ അതിൽ ചെക്ക് ചെയ്യാറൊന്നുമില്ല. പിന്നെ ഈ റീസെന്റ് ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു വീഡിയോ കണ്ടു. നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ നോക്കിയപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ ഒരു 1-2 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്ത ഷോർട്ട് വീഡിയോസിന് ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് എക്സാക്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതും ഒരു ഫാക്ടർ ആയിരിക്കാം. പിന്നെ അതുപോലെ പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്തൊരു ഫാക്ടർ എന്ന് പറയുന്നത്, ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോസ്, ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിലീറ്റ് ചെയ്യാതെ കിടന്ന കുറച്ച് വീഡിയോസ് ഞാൻ ഇതേപോലെ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്തു. വീഡിയോസ് ഫസ്റ്റ് ടൈം ആ ഒരാഴ്ചയാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഈ മോണിറ്റൈസേഷൻ കിട്ടുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ വീഡിയോസ് ഷെയർ ചെയ്തത്. ഒരു 3 വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ ആകെ. പിന്നെ ഷെയർ ചെയ്തേക്കുന്നതൊക്കെ ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റീൽസും സ്റ്റോറീസും ഒക്കെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയപ്പോൾ ഇത് ഇത്ര വലിയ സംഭവമൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഇങ്ങനെ കുറേ പോസ്റ്റുകളൊക്കെ കണ്ടു തുടങ്ങി. ഇങ്ങനെ കണ്ടന്റ് മോണിറ്റൈസേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് കുറേ പേര് ഇരിക്കുന്നുണ്ടെന്നുള്ള കാര്യം അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇപ്പം ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പൈസ ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല, പക്ഷേ നമുക്ക് കാണാൻ പറ്റും നമ്മളിടുന്ന ഫോട്ടോസിനൊക്കെ ചെറിയ ചെറിയ എമൗണ്ട്സ് ഒക്കെ ഇങ്ങനെ കയറുന്നത്, ഡോളർ കയറുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും.
അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതേപോലെ എന്നെക്കാളും ഒരുപാട് ഫോളോവേഴ്സുള്ള ഫ്രണ്ട്സിനൊക്കെ എനിക്കറിയാം. അപ്പോൾ അവർക്ക് ഇതേപോലെ ഏൺ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ പ്രൊഫഷണൽ മോഡ് മീൻസ് പ്രൊഫൈൽ ആദ്യം പ്രൊഫഷണൽ മോഡിലേക്ക് ചേഞ്ച് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. എന്തായാലും നിങ്ങൾക്ക് എന്താ പറയുക, എനിക്ക് കിട്ടി, അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആണോ? നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഒരു 500 ഫോളോവേഴ്സിന് അല്ലെങ്കിൽ 500 ഫ്രണ്ട്സിന് മേലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പ്രൊഫഷണൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഈ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയിട്ട് ഈ കണ്ടന്റ് മോണിറ്റൈസേഷന് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ അടിയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അലേർട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ കാണിക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യുക. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഞാനിങ്ങനെ ടെക് വീഡിയോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഉണ്ടാവും. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ലോങ് ആയിട്ട് ത്രൂ ഔട്ട് ഇങ്ങനെ എന്താ പറയുക സംസാരിക്കുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. എനിവേ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻസിലൂടെ ഒന്ന് അറിയിക്കണം. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി പറയാണ്. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ എൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഫേസ്ബുക്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കുണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.